അവള് വക്കീല് പോയിട്ട് ഒരു ഗുമസ്ത പോലും ആവില്ല. അതിന് സമ്മതിക്കില്ല ഞാൻ. ഹലോ ഹലോ, കിട്ടിയോ? ഹോളിലൊക്കെ നോക്കി, ഇവിടുന്ന് സർട്ടിഫിക്കറ്റ്സ് കാണാനില്ല. ചിന്നു, നീ ഔട്ട് ഹൗസിൽ തന്നെ ഒന്നുകൂടി നന്നായിട്ട് നോക്ക്. അവിടെ തന്നെ കാണാൻ സാധ്യത. ഞാൻ ഇവിടെ എല്ലായിടത്തും നോക്കി, ഒരിടത്തും കാണുന്നില്ല. താൻ ഇന്നലെ തന്നെ എടുത്തു വെച്ചെന്നുള്ള ഉറപ്പാണോ? അതെ, ഞാൻ എടുത്തു വെച്ചതാ. എടോ, ടെൻഷൻ വേണ്ട, സമാധാനത്തോടെ ഒന്ന് നോക്ക്. ഞാൻ ഈ ഡൈനിങ് റൂമിലൂടെ ഒന്ന് നോക്കട്ടെ. ശരി. ആ ഹലോ, എന്തായി, കിട്ടിയോ? അവിടെ ഒന്നും ഇല്ലേ? ശരി, ഞാൻ വിളിക്കാം. എന്താടി, നിന്റെ തന്ത ചത്തോ? അല്ല, നിന്റെ ഇരുത്തം കണ്ടിട്ട് ചോദിച്ചതാ. ഇത് തന്ത ചത്ത ഇരുത്തമല്ല, കുരങ്ങൻ ചത്ത ആരോ ഇരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇത് ആലയന. ഓ, ഇന്നാണല്ലോ നിന്റെ അഡ്മിഷൻ. എന്താടി, നിന്നെ അവരെടുത്തില്ലേ? എവിടെ എന്റെ സർട്ടിഫിക്കറ്റ്? സർട്ടിഫിക്കറ്റോ? ഏത് സർട്ടിഫിക്കറ്റ്? ബർത്ത് സർട്ടിഫിക്കറ്റാ? എടി, നിന്റെ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലാണോ? നിന്റെ സർട്ടിഫിക്കറ്റ് കാണാതെ പോയിട്ടുണ്ടെങ്കിലേ അത് എടുത്തത് നീ തന്നെയായിരിക്കും. എടി, ഞാൻ എന്തിനാ നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് മാറ്റുന്നേ? ദൈവത്തെ ഓർത്ത് എന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി അതെനിക്ക് തരണം. അല്ലെങ്കിൽ എന്റെ അഡ്മിഷൻ നഷ്ടപ്പെടും. ചേച്ചി പറയുന്നത് എന്താ ഞാൻ ചെയ്തു തരാം, പ്ലീസ്. ഇതെന്റെ ഒരു ആഗ്രഹം മാത്രമല്ല, ആവശ്യം കൂടിയാ. എന്നെ ചതിക്കരുത്. ആ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നേക്ക്. ഞാൻ നിന്റെ കാല് പിടിക്കാം. അതെനിക്ക് താ. എനിക്കടി അനാവശ്യം പറഞ്ഞ അടിച്ച് കാരണം പൊട്ടിക്കും ഞാൻ. അവളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്ത് മാറ്റി പോലും. നീ എച്ചില് കളഞ്ഞ കൂട്ടത്തില് പല വേസ്റ്റ് ബാസ്ക്കറ്റിലും കൊണ്ടിട്ടോന്ന് ആദ്യം പോയി നോക്കടി.
ചിന്നു, ഞാൻ എല്ലാം നോക്കി. ഇനി കിച്ചന്റെ ഒരു ഭാഗത്ത് മാത്രമേ നോക്കാനുള്ളൂ. ചന്ദ്രാമ്മ അങ്ങോട്ട് വന്നപ്പോഴാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആ പാവത്തിനെ കൂടി സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി. എടോ, താൻ കരയല്ലേ? ഭഗവാൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരും. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു റിക്വസ്റ്റ് കൊടുത്ത് നോക്കിയാലോ? ഒരു പ്രയോജനവും ഇല്ല. ഇന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ചെന്ന് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ആ സീറ്റ് നഷ്ടമാവുമെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇതെന്ത് പരീക്ഷണോ ദൈവമേ. ചിന്നു, ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് വരാം. അവളുടെ ഒരു മജിസ്ട്രേറ്റ് മോഹം. ഇതൊക്കെ മുളയിലേ നുള്ളിയില്ലെങ്കിൽ കേറിയങ്ങ് വളരും, പിന്നെ പടർന്ന് പന്തലിക്കും. ശിവദാസന്റെ മോളെ വക്കീലാക്കാൻ എന്റെ സ്വന്തം കെട്ടിയോനും മോനും മുൻപന്തിയിൽ നിന്ന് ഈ രമാദേവിക്കെതിരെ പടനയിക്കുക. അവള് വക്കീല് പോയിട്ട് ഒരു ഗുമസ്ത പോലും ആവില്ല. അതിന് സമ്മതിക്കില്ല ഞാൻ. ചിന്നുവിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ? അവളുടെ സർട്ടിഫിക്കറ്റ് എന്നോടാണോ ചോദിക്കുന്നത്? അവളോട് ചെന്ന് തിരക്ക്. നീ അറിയാതെ അത് എവിടെയും പോകില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അറിയാം, തമ്പുരാനെയും തമ്പുരാട്ടിയെയും കൊന്ന ശിവദാസന്റെ മോള് പഠിക്കണ്ട. അതിന് ഞാൻ അനുവദിക്കില്ല.